പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്കെതിരെ തെളിവില്ലെന്ന് ഹൈക്കോടതി. കേസിൽ 19 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ നിരീക്ഷണം. വിധി നിരാശാജനകമെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു. എൻ്റെയും സിദ്ധാർത്ഥൻ്റെ അമ്മയുടെ നമ്മളെ കുടുംബത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ നിരാശകരമാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ജാമ്യം കിട്ടുമെന്ന്. പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു ക്രൂര കൊലപാതകം ചെയ്ത ഇതുപോലുള്ള പോലെ ചെന്നായ്ക്കളെ പോലുള്ള ഒരാൾക്ക് ഒരു ജാമ്യം കൊടുക്കും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനും എൻ്റെ കുടുംബവും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ കോടതി കാര്യം, അതാണ് ഞാൻ പറഞ്ഞത്, കോടതിയെ ഞാൻ ആ ഒരു കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കോടതിക്ക് കിട്ടുന്ന തെളിവുകളോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളോ എനിക്ക് നിയമം കൂടുതൽ അറിയില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ കേട്ട സിദ്ധാർത്ഥൻ്റെ മരണം കേട്ടതുപോലുള്ള ഭയങ്കര ഒരു ദുഃഖമായിരുന്നു ഇന്ന് കേട്ട ഒരു വാർത്ത. ജാമ്യം അവർക്ക് കിട്ടാൻ പാടില്ല അല്ലെങ്കിൽ കിട്ടില്ല എന്നാണ് ഞങ്ങൾ ഉറച്ചിരുന്നത്. കോടതിയല്ലല്ലോ ലാസ്റ്റ് വിധി, ദൈവമുണ്ടല്ലോ, ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നവരാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, തിരുവനന്തപുരത്ത് നേവി ജയശങ്കർ എന്നിവർ തത്സമയം. ആദ്യം അശ്വിൻ പാലാഴിയിലേക്ക്. അശ്വിൻ, ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് മുഴുവൻ പ്രതികൾക്കും, പക്ഷേ ഇതിൽ തെളിവില്ല എന്ന് കോടതി പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? തീർച്ചയായും അനുജ, കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന നിർണായകമായ നിരീക്ഷണങ്ങളാണ് ജസ്റ്റിസ് DS ഡൈസിന്റെ ബെഞ്ച് ഇന്ന് നടത്തിയത്. ഏറ്റവും പ്രധാനമായി ഈ പ്രതികൾ സിദ്ധാർത്ഥനെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നതിന് മതിയായ തെളിവുകളില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം. ഒപ്പം തൂങ്ങിയ പാടുകളല്ലാതെ മറ്റ് ബലപ്രയോഗത്തിൻ്റെതോ ആക്രമണത്തിൻ്റെതോ യാതൊരു പാടുകളും സിദ്ധാർത്ഥൻ്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്താനായില്ല എന്ന റിപ്പോർട്ടുകളടക്കം പരാമർശിച്ചുകൊണ്ട് കോടതി പറഞ്ഞിട്ടുമുണ്ട്. ഒപ്പം ഈ പ്രതികൾക്ക് 19 പേർക്കും ഇതിനു മുൻപ് മറ്റൊരു ക്രിമിനൽ പശ്ചാത്തലമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടോ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അവർ വിദ്യാർത്ഥികളാണ്, ഇതുകൂടി പരിഗണിക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഈ പ്രതികൾക്ക് എതിരായ ജനവികാരം, പൊതുസമൂഹത്തിൻ്റെ വികാരം കണക്കിലെടുത്തുകൊണ്ട് ഇവർക്ക് ജാമ്യം നിഷേധിക്കാനാവില്ല എന്നുകൂടി കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും കർശന ജാമ്യോപാധികളുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രതികൾ വയനാട് ജില്ല വിട്ട് പുറത്തു പോകാനാവില്ല. ഒപ്പം ഈ കേസിൻ്റെ വിചാരണ നടപടികൾ പൂർത്തിയാകും വരെ കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കാനുമാവില്ല. എല്ലാവരുടെയും 19 പേരുടെയും പാസ്പോർട്ട് സറണ്ടർ ചെയ്യണമെന്ന് കൂടി ജാമ്യ ഉപാധിയുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഈ ജാമ്യം നൽകിയതിനെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. അപ്പം പിതാവ് തന്നെ പറയുന്നു, ജാമ്യമൊക്കെ ലഭിച്ചെങ്കിലും ഇതിന് വേണ്ട തെളിവുകളാണ് കോടതിക്ക് മുമ്പിൽ വേണ്ടത്. പക്ഷേ അതൊക്കെ പണ്ടേ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാമെന്ന് ഈ സിദ്ധാർത്ഥൻ്റെ പിതാവ് തന്നെ പറയുന്നുണ്ട്. CBIയുടെയും പോലീസിൻ്റെയും ഒപ്പം സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിൻ്റെയും ഒക്കെ വിശദമായ വാദം കേട്ട ശേഷമാണ് ഈ ജാമ്യം നൽകിയത്. അതാണ് CBIയുടെയും ഒപ്പം സിദ്ധാർത്ഥന്റെ മാതാവിൻ്റെയും ഒക്കെ ആവശ്യമുണ്ടായിരുന്നു ജാമ്യം നൽകരുത്. എന്നാൽ ആ ആവശ്യമെല്ലാം തള്ളിക്കൊണ്ടാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. AV ജയശങ്കർ കൂടി തത്സമയമുണ്ട്. ജയശങ്കർ, പിതാവ് പറയുന്നത് പോലെ ഇതിൽ തെളിവുകൾ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ തെളിവുകളൊക്കെ എന്നോ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തുടർ നീക്കങ്ങൾ എങ്ങനെയാകും എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിനെ പിതാവ് വളരെ വൈകാരികമായാണ് നമ്മോട് പ്രതികരിച്ചത്. കാരണം ഇത്തരത്തിൽ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. തെളിവുകളെല്ലാം തന്നെ നേരത്തെ പ്പെട്ടു. പോലീസിന്റെ ഉൾപ്പെടെ അന്വേഷണത്തിൽ വലിയ തോതിലുള്ള വീഴ്ച ഉണ്ടായി. പോലീസ് അന്വേഷണം നടത്തിയ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഒന്നും തന്നെ കണ്ടെത്താൻ ശ്രമിച്ചിരുന്നില്ല. ഇത് ഈ ഒരു കോടതിയിലെത്തിയൊരു ഘട്ടത്തിൽ വലിയൊരു വീഴ്ചയായി. കോടതിക്ക് വേണ്ടത് തെളിവുകളായിരുന്നു, പക്ഷേ ആ തെളിവ് കൃത്യമായി എത്തിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഇതാണ് ഇത്തരത്തിൽ ജാമ്യം ലഭിക്കാൻ ഒരു കാരണമായി എന്നാണ് പിതാവ് പറഞ്ഞത്. ഈ നടപടിക്കെതിരെ മുന്നോട്ടുള്ള തുടർ നീക്കങ്ങളുമായി മുമ്പോട്ട് പോകുമെന്നാണ് കുടുംബം നിലവിൽ വ്യക്തമാക്കുന്നത്. വക്കീലുമായി ആലോചിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. നിലവിൽ സിംഗിൾ ബെഞ്ചാണ് 19 പ്രതികൾക്ക് നിലവിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ ഉൾപ്പെടെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ വരും ദിവസത്തിൽ തന്നെ ഉണ്ടാകും. മാതാവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വൈകാരികമായി തന്നെയാണ് പ്രതികരിച്ചത്. കാരണം മാതാവ് ഉൾപ്പെടെ ഈ പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി 19 പ്രതികൾക്കും നിലവിൽ ജാമ്യം അനുവദിക്കുന്നത്. തെളിവുകളുടെ അഭാവം തന്നെയാണ് ഇത്തരത്തിലൊരു ജാമ്യത്തിലേക്ക് പോകുന്നത്. ഒപ്പം തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ആർഷോക്കെതിരെയും കുടുംബം വലിയ തോതിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ഈ 2 ആഴ്ചയോളം SFIയുടെ സംസ്ഥാന സെക്രട്ടറി കോളേജിൽ ക്യാമ്പ് ചെയ്ത് തെളിവുകൾ നശിപ്പിച്ചിരുന്നു എന്ന് പിതാവ് ആരോപിച്ചിരുന്നു. ഇന്ന് സമാനമായ ആരോപണം വീണ്ടും ഉന്നയിക്കുകയാണ്. ഇതിന് പിന്നിൽ SFIയുടെയും CPMന്റെ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയതോടുകൂടിയാണ് പോലീസ് അന്വേഷണം പകുതി വഴിയിൽ അവസാനിപ്പിക്കുകയും തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും പിതാവ് ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട
മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ തൻ്റെ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്നാണ് പിതാവ് ഇന്ന് വ്യക്തമാക്കിയത്. എന്തായാലും വരും ദിവസങ്ങൾ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിതാവ് ഹർജി സമർപ്പിക്കും. ഇനിയിപ്പോൾ കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് പ്രതികൾക്ക് ജാമ്യം നൽകിയത്. അതിൽ മേൽക്കോടതിയിലേക്ക് അപ്പീൽ നൽകുക എന്ന തീരുമാനത്തിലേക്കാണ് കുടുംബം എത്തിച്ചേരുന്നത്.